യുക്യാറ്റ് പഠന പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. തലശ്ശേരി അതിരൂപത KCYM-ൻ്റെയും ഷാലോം ടെലിവിഷൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ യുക്യാറ്റ് യുവജന മതബോധന ഗ്രന്ഥത്തിൻ്റെ പഠന പരമ്പരയിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ പരിപാടിയിൽ നമുക്ക് ആവശ്യമായ ഉത്തരങ്ങളും മാർഗനിർദ്ദേശങ്ങളും തരുവാനായി നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത ദൈവശാസ്ത്ര പണ്ഡിതനും തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലീത്തായും അതിലെല്ലാം ഉപരിയായി യുവജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയുമായ അഭിവന്ദ്യ മാർ ജോസഫ് പാമ്പളാനി പിതാവാണ്. പിതാവിനെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ പരിപാടിയിൽ നമ്മുടെ കൂടെയുള്ളത് വെള്ളരിക്കുണ്ട് ഫൊറോനയിലെ യുവജന സുഹൃത്തുക്കളാണ്. ഈ പരിപാടിയിലേക്ക് നിങ്ങളേവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അടുത്ത ചോദ്യം ചോദിക്കുന്നത് ആശിഷാണ്. അടുത്ത ചോദ്യം ചോദിക്കുന്നത് നമുക്ക് ആശിഷിനെ കേൾക്കാം. പിതാവേ, എൻ്റെ പേര് ആശിഷ്. എൻ്റെ ചോദ്യം ഇതാണ്. നമ്മുടെ മനുഷ്യജീവിതം എന്ന് പറയുന്നത് നിരന്തരമായ ഒരു അന്വേഷണമാണെന്നാണ് ചിന്തകന്മാരൊക്കെ പറയുന്നത്. നമ്മൾ എന്തിനാണ് ദൈവത്തെ ഇങ്ങനെ അന്വേഷിക്കുന്നത്? ദൈവത്തെ അന്വേഷിക്കാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ലേ? ഓക്കെ ആശിഷ് എന്നാ ചെയ്യുന്നേ? ഞാൻ PSC കോച്ചിങ്ങിന് പഠിക്കുകയാണ്. PSC കോച്ചിങ്ങിൽ ആണല്ലേ? പരീക്ഷ എഴുതിയോ PSC വല്ലോ? പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നു. യെസ്, യുവജനങ്ങൾക്കൊരു നല്ല മാതൃകയാണ്. പഠിച്ചു കഴിഞ്ഞാൽ PSC പരീക്ഷ എഴുതുക, അങ്ങനെ നല്ല ഒരു ജോലി മേടിച്ചെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ആശിഷിൻ്റെ മാതൃക. നിങ്ങളൊക്കെ PSC പരീക്ഷ പരിശീലിക്കുന്നുണ്ടോ? ദൈവത്തിനറിയാം. ഓക്കെ, അത് നല്ലതാണ്. അത് ആ രീതിയിൽ പരിശീലിച്ചെടുക്കുക. അപ്പോൾ ആശിഷിൻ്റെ ചോദ്യം ദൈവാന്വേഷണത്തെക്കുറിച്ചാണ്. സമ്പൂർണമായൊരു നന്മയെക്കുറിച്ച് നമ്മുടെ ഉള്ളിൽ എവിടെയോ ഒരു അവബോധം കിടപ്പുണ്ട്. ആ അവബോധത്തിൻ്റെ പേരാണ് ദൈവം. മനസ്സിലാകുന്നു? ഈ അന്വേഷണം എങ്ങനെ ദൈവവിശ്വാസമാകുന്നു എന്ന് പറയാനാണ് ഞാൻ ശ്രമിച്ചത്. നമ്മളെല്ലാവരും അന്വേഷിക്കുന്നുണ്ട്, നന്മയെ തേടുന്നുണ്ട്. ശരിയല്ല എന്ന് തോന്നുന്ന നിങ്ങൾക്ക് ഒരാളോടൊരു താല്പര്യം തോന്നും, ഒരു യുവാവിനൊരു യുവതിയോടൊരു താല്പര്യം തോന്നും. കുറച്ചു നേരം അവരുടെ കൂടെ വർത്തമാനം പറഞ്ഞു നടന്നപ്പോഴാണ് മനസ്സിലായത് ഇത് കൊള്ളിയല്ല, തരികടയാണെന്ന് മനസ്സിലായി. നമ്മൾ ആ ബന്ധം ഉപേക്ഷിച്ച് കൂടുതൽ നല്ലതിൻ്റെ പുറകെ പോകും. ഇല്ലേ? പോകാറില്ലേ? സമ്മതിക്കാൻ നിങ്ങൾക്കൊരു വിഷമം. കൂടുതൽ നല്ലതിനെയല്ലേ നമ്മൾ അന്വേഷിക്കുന്നത്? യെസ്, ആ ഒരു അന്വേഷണാത്മകതയാണ് വാസ്തവത്തിൽ ഇവിടെ ചോദിക്കപ്പെട്ടത്. എന്താണ് ചോദിച്ചത്? നമ്മൾ എന്താണ് ഈ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? മനുഷ്യൻ നിരന്തരം അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. ആ അന്വേഷണാത്മകത എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഉള്ളിലെ ഒരു ദൈവാവബോധത്തിൻ്റെ ബാക്കി പത്രം. നമ്മളിങ്ങനെ അന്വേഷിച്ച് ജീവിതത്തിൻ്റെ സംതൃപ്തിയും സന്തോഷവും തേടി അന്വേഷിക്കും. ചിലരിങ്ങനെ അന്വേഷിച്ച് വഴിതെറ്റിപ്പോവും. ചിലർ വിചാരിക്കും കുറേ മദ്യം കഴിച്ചാൽ സന്തോഷവും സംതൃപ്തിയും ഉണ്ട് എന്ന് വിചാരിച്ച് ചില യുവജനങ്ങൾ മദ്യത്തിന്, മയക്കുമരുന്നിന്, തെറ്റായ ബന്ധങ്ങൾക്ക്, പോർണോഗ്രഫിക്ക് ഒക്കെ ഇങ്ങനെ ഈ അന്വേഷണത്തിൻ്റെ വഴിയിൽ മനുഷ്യന് പറ്റുന്ന ചില ഇടർച്ചകളാണിതെല്ലാം. ഈ ഇടർച്ചകളുടെ വഴിയേയും മനുഷ്യൻ നടക്കും. പക്ഷേ അപ്പോഴും ആ വഴിയെ നടക്കുന്ന എല്ലാവർക്കും അറിയാം അവനവൻ്റെ ലക്ഷ്യത്തിലെത്തിയിട്ടില്ല എന്ന് അവന് മനസ്സിലാകും. കാരണം മദ്യപിക്കുന്നവന് കുറേ കഴിഞ്ഞപ്പോൾ നിരാശയായി, ദുഃഖമായി, ഇതെങ്ങനെയും അവസാനിപ്പിക്കണമെന്നുള്ള ചിന്തയാണ്, ഇതിന് രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹമുണ്ട്. അങ്ങനത്തെ കൂട്ടുകാരെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇല്ലേ? മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് അവരതിന് ജീവിതത്തിൻ്റെ സംതൃപ്തി ഒന്നും കണ്ടെത്തിയിട്ടില്ല. മറിച്ച് അവരതിൽ നിന്ന് എങ്ങനെയെങ്കിലും പിൻവാങ്ങണം എന്ന തോന്നലാണ് അവരുടെ മനസ്സിൽ പതിയുന്നത്. ഇത് സൂചിപ്പിക്കുന്ന എന്താണ്? യഥാർത്ഥ നന്മയിൽ എത്തുന്നത് വരെയും മനുഷ്യൻ ആ നന്മയെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ പ്രായത്തിൽ നിങ്ങൾ ആരേക്കാളും തരികിടയായിട്ട് ജീവിച്ച ഒരാളായിരുന്നു സെൻറ്റ് അഗസ്റ്റിൻ, വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാൻ. 16-ാം വയസ്സിൽ അദ്ദേഹത്തിന് തെറ്റായ ബന്ധത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ നമിക്കും അല്ലേ? കാരണം അത്രയൊന്നും നിങ്ങൾ വഴിതെറ്റിയിട്ടില്ല. പക്ഷേ ഈ വിശുദ്ധൻ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അഗസ്റ്റിൻ പറയുന്ന സുന്ദരമായൊരു ചൊല്ലുണ്ട്. അതെല്ലാവർക്കും പരിചിതമായ ചൊല്ല. എന്താണ്?
എൻ്റെ ദൈവമേ, അങ്ങയെ കണ്ടെത്തുന്നത് വരെയും എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരുന്നു. അഗസ്റ്റിൻ പറയുക, ദൈവമേ, അങ്ങെന്നെ അങ്ങേക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത്. അങ്ങയെ കണ്ടെത്തുന്നത് വരെയും എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരുന്നു. ശരിക്കും ദൈവാന്വേഷണത്തിൻ്റെ ഉത്തരവാദമാണ് നമ്മൾ തേടുന്ന സന്തോഷം. അതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ യുവജനങ്ങളോട് ക്രിസ്തുസ് വിവിത്തിൽ പറയുന്ന സുന്ദരമായൊരു ചിന്തയുണ്ട്. പരിശുദ്ധ പിതാവ് പറയാണ്, യുവജനങ്ങളെ, നിങ്ങൾ അന്വേഷിക്കുന്ന സന്തോഷത്തിൻ്റെ പേര് കർത്താവായ ഈശോ എന്നാണ്. അതൊരു വലിയ ഉൾക്കാഴ്ചയുണ്ട്. യുവജനങ്ങളെ, നിങ്ങൾ സന്തോഷമാണെന്ന് വിചാരിച്ച് അന്വേഷിച്ച് അവിടെ ഇവിടെയെല്ലാം ഓടി നടക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അന്വേഷിക്കുന്ന ആ സന്തോഷത്തിൻ്റെ യഥാർത്ഥ പേര് എന്താണ്? ഈശോ മിശിഹായ. ഈശോയെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അന്വേഷണം തീർന്നു. സത്യദൈവത്തിൽ നാം എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ അന്വേഷണം അവസാനിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? നാം യഥാർത്ഥ ലക്ഷ്യത്തിൽ എത്തിയെന്ന്. ബോംബെക്ക് പോകുന്നയാളാണ് എങ്കിൽ ബോംബെയിൽ എത്തിക്കഴിഞ്ഞാൽ അവൻ ലക്ഷ്യത്തിലെത്തി എന്നതുപോലെ നമ്മൾ നാളിതുവരെയും അന്വേഷിച്ചു കൊണ്ടിരുന്നത് എന്ത് എന്ന് നമ്മൾ കണ്ടെത്തുന്നത് ദൈവത്തിൽ എത്തിച്ചേരുമ്പോഴാണ്. അതുകൊണ്ടാണ് ഈ ദൈവാന്വേഷണം നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ് എന്നും ഉപരി നന്മയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ അന്വേഷണങ്ങൾ പരമനന്മയായ ദൈവത്തെക്കുറിച്ചുള്ള അവബോധം നമ്മിൽ ഉള്ളതുകൊണ്ടാണ് എന്നും ആ ദൈവത്തിൽ എത്തിച്ചേർന്ന് കഴിയുമ്പോഴാണ് നമ്മുടെ അന്വേഷണം യഥാർത്ഥത്തിൽ സംതൃപ്തമാകുന്നത് എന്നതും ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന സത്യമാണ്. ആ സത്യത്തെയാണ് നമ്മൾ ദൈവാന്വേഷണം എന്ന് പറയുക. പലരും പല പേരിൽ പറയുന്നതേ ഉള്ളൂ. ചില തത്വചിന്തകന്മാർ പറയും സ്വത്വം അന്വേഷിക്കുക. ഏതോ ഒരു മലയാളം സിനിമയിൽ കുതിരവട്ടം പപ്പു പറയുന്ന വലിയ സാങ്കേതികമായൊരു ഡയലോഗുണ്ട്. എനിക്ക് ആ ഡയലോഗ് അതേപടി പറയാൻ അറിയത്തില്ല, നിങ്ങൾക്കറിയാമല്ലോ. നീ ആരാണെന്ന് നിനക്കറിയാൻ പാടില്ല എങ്കിൽ നീ എന്നോട് ചോദിക്കും, ഞാൻ നിനക്ക് പറഞ്ഞുതരാം ഞാൻ ആരാണെന്ന് എന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗ് കേട്ടിട്ടില്ലേ? യെസ്, ആ ഡയലോഗ് വലിയ ഒരു സ്വത്വാന്വേഷണത്തിൻ്റെ ഒരു ഡയലോഗായിട്ടാണ് പറയുന്നത്. ഈ സ്വത്വം എന്നൊക്കെ പേരിട്ട് വിളിക്കുന്നതേ ഉള്ളൂ. ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം അന്വേഷിക്കുന്ന മനുഷ്യരെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. വയലാറിൻ്റെ പ്രസിദ്ധമായ, വയലാർ നമുക്കറിയാവുന്നത് പോലെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയാണ്. ഈ കവി, ഇദ്ദേഹം വളരെ നല്ല പാട്ടുകളൊക്കെ, ഭക്തഗാനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. നിത്യവിശുദ്ധയാം കന്യാമറിയമയൊക്കെ എഴുതിയത് വയലാറാണ്. നിങ്ങൾക്ക് വയലാർ പക്ഷെ അറിയപ്പെടുന്ന നിരീശ്വരവാദിയാണ്. ഒരു ശക്തനായ കമ്മ്യൂണിസ്റ്റ് ആചാര്യനാണ്. ചോര തുടിക്കും ചെറു കയ്യുകളെ പേറുക വന്നി പന്തങ്ങൾ എന്നൊക്കെ പറഞ്ഞ കമ്മ്യൂണിസത്തിൻ്റെ രക്തം തിളപ്പിക്കുന്ന കവിതകൾ പലതും വയലാറിൻ്റേതാണ്. പക്ഷെ വയലാർ കുറേ കഴിഞ്ഞപ്പോൾ ഇത് അവസാനിപ്പിച്ചു. കമ്മ്യൂണിസത്തിൽ നിന്ന് മാറി വയലാർ ദൈവാന്വേഷണം തുടങ്ങി. അങ്ങനെ എന്തുകൊണ്ട് താനിങ്ങനെ കാലുവാരി എന്ന് കമ്മ്യൂണിസ്റ്റുകാർ വയലാറിനോട് ചോദിക്കുമ്പോൾ വയലാർ എഴുതുന്ന മറുപടിയാണ് സർഗസംഗീതം എന്ന് പറയുന്ന കവിത. അതിൽ അദ്ദേഹത്തിൻ്റെ ആ വരികൾ പണ്ടെന്നോ ഞാൻ വായിച്ച വരികളാണ്. വരികൾ ഇങ്ങനെയാണ്: ആരണ്യാന്തര ഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ സൈന്ധവോദാര ശ്യാമ മനോഭിരാമ പുളിനോപാന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖമി പ്രപഞ്ച പരിണാമോദ്ഭിന്ന സർഗക്രിയാ സാരം തേടി അലഞ്ഞു പണ്ട് അവരിലെ ചൈതന്യം ഇന്നെൻ്റെ ദർശനം എന്ന് പറഞ്ഞാൽ, പണ്ട് ഗുഹകളിൽ പോയിരുന്ന് തപസ് ചെയ്ത മാമുനിമാർ അവർ ജീവിതത്തിൻ്റെ അർത്ഥം തേടുകയായിരുന്നു. അവരെ നയിച്ച അതേ ചൈതന്യം തന്നെയാണ് എന്നെയും നയിക്കുന്നത് ഈ ദൈവീക സന്നിധിയിലേക്ക് എന്ന് അദ്ദേഹം പറയും. ശരിയാണ്, നമ്മൾ പല പേരിൽ ഈ അന്വേഷണത്തെ വിളിക്കുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ അന്വേഷിക്കുന്നത് ദൈവത്തെയാണ് എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെ അന്വേഷണം ശരിയായ പാതയിലാണ്, ശരിയായ ലക്ഷ്യത്തിലേക്ക് അത് നീങ്ങുകയും ചെയ്യും. പിതാവേ, ആശിഷിൻ്റെ ചോദ്യത്തിന് ഒരു ഭാഗം കൂടിയുണ്ട്. നമ്മളിങ്ങനെ, പിതാവ് പറഞ്ഞു നമ്മളൊരു അന്വേഷണത്തിലാണ്. ഉപരി നന്മ നമ്മൾ എപ്പോഴും അന്വേഷിക്കും. ആ ഉപരി നന്മയെ നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നു. അങ്ങനെ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പം ഇങ്ങനെ ഒരു ദൈവാന്വേഷണം നടത്തിയില്ലെങ്കിൽ
എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതോ ഒരു കുഴപ്പവും ഇല്ലേ എന്നൊരു ചോദ്യം ആശിഷ് കൂടെ ചോദിച്ചിരുന്നു. അതിനും കൂടെ പിതാവ് ഒരു മറുപടി നൽകിയാൽ നന്നായി. യെസ്, ആശിഷേ, അത് നല്ല ചോദ്യമായിരുന്നു, ഞാൻ വിട്ടുപോയതാണ്. അതായത് ഞാൻ പറഞ്ഞതിനകത്ത് അതിൻ്റെ ഉത്തരം ഉണ്ടോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് നമ്മൾ യഥാർത്ഥ നന്മയായ ദൈവത്തിങ്കലേക്ക് തിരിയുന്നില്ല എങ്കിൽ എന്താണ്, വിശുദ്ധ അഗസ്തീനെ പോലെ നമ്മുടെ മനസ്സ് അസംതൃപ്തമാണ്, നമ്മൾ നിരാശരും ദുഃഖിതരുമാണ്. ജീവിതത്തിൻ്റെ അർത്ഥം തേടുക എന്നൊക്കെ പറയുകയല്ലേ യുവജനങ്ങൾ. ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അന്വേഷിക്കും. ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് ദൈവത്തിങ്കിൽ എത്തിച്ചേരുക എന്ന്. ആ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ നമ്മൾ ജീവിതത്തിൽ സംതൃപ്തരാണ്, സന്തുഷ്ടരാണ്. ജീവിതത്തിൻ്റെ ലക്ഷ്യം കണ്ടെത്തിയതിൻ്റെ ആനന്ദം നമ്മൾ അനുഭവിക്കും. അതില്ലാതെ പോയാൽ, ദൈവത്തെ അന്വേഷിക്കുന്നതിന് പകരം ഒരു മനുഷ്യൻ മറ്റേതെങ്കിലും തെറ്റായ വഴികളിലേക്ക് തിരിഞ്ഞു പോയാൽ എന്ത് സംഭവിക്കും? ഇപ്പം മദ്യത്തിലേക്കാണ് ഒരാൾ തിരിയുന്നതെങ്കിൽ, മറ്റേതെങ്കിലും തെറ്റായ വഴികളിലേക്കാണ് തിരിയുന്നതെങ്കിൽ അതിൻ്റേതായ ദുരന്തങ്ങൾ, കോൺസിക്വൻസുകൾ ആ വ്യക്തിയെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം, ഇല്ലയോ? യെസ്. അതുകൊണ്ട് നമ്മളിലെ ഈ ദൈവാന്വേഷണം, പരിശുദ്ധ പിതാവ് പറഞ്ഞതാണ് വളരെ വലിയ സത്യം. നമ്മൾ ഈ അന്വേഷിച്ച് എന്തോ സന്തോഷം അന്വേഷിച്ച് നമ്മൾ നടക്കുന്നു. ആ സന്തോഷത്തെ ഈശോമിശിഹായിൽ കണ്ടെത്താൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മുടെ ഭാഗ്യവും അനുഗ്രഹവും. അവനെ കണ്ടെത്താത്തത് ജീവിതത്തിൻ്റെ നഷ്ടമാണ് താൻ. അതുകൊണ്ട് കണ്ടെത്തിയില്ലെങ്കിൽ എന്നാ കുഴപ്പമെന്ന് ചോദിച്ചാൽ, ജീവിതം നമുക്ക് നഷ്ടബോധങ്ങളുടെ ആകത്തുകയായി മാറും എന്നുള്ളതാണ് എൻ്റെ കാര്യം. തീർച്ചയായും പിതാവിൻ്റെ ഉത്തരം സംതൃപ്തി നൽകുന്നു എന്ന് വിചാരിക്കുന്നു. ആശിഷ് ഈ ഉത്തരം കൊണ്ട് സംതൃപ്തനാണോ? സംതൃപ്തനാണ്. തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സംതൃപ്തി ഇല്ലെങ്കിലും ഇനി ചോദിക്കാനുണ്ടല്ലോ എന്ന് വിചാരിച്ച ആശിഷ് അങ്ങ് സംതൃപ്തനാന്ന് പറഞ്ഞാന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം ചോദിക്കുന്ന അമലാണ്. നമുക്ക് അമലിന്റെ ചോദ്യത്തിലേക്ക് കടക്കാം. പിതാവേ, എൻ്റെ പേര് അമൽ. എൻ്റെ ചോദ്യം ഇതാണ്: ദൈവം സർവ്വവ്യാപിയാണെന്നാണല്ലോ പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ യുക്തി ഉപയോഗിച്ച് ദൈവത്തെ അറിയാനും വിശ്വസിക്കാനും പറ്റുമോ? അമൽ എന്നാ ചെയ്യുന്നേ? ഞാൻ ഡിഗ്രി കഴിഞ്ഞു, തുടർ പഠനം വിദേശത്ത് നടത്താനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഏത് രാജ്യത്തേക്കാണ് പോകുന്നത്? കാനഡയിലോട്ട് പോകണമെന്നാണ് ആഗ്രഹം. ഇവിടെയൊക്കെ പഠിച്ചാൽ പോരെ അമൽ? എന്തിനാണ് ഈ കാനഡയിലോട്ട്? യുവജനങ്ങളെല്ലാവരും ഇപ്പം വിദേശത്തേക്കാണല്ലോ പോകുന്നത്. എന്താണ് അതിൻ്റെ കാരണം? എന്താണ് അതിൻ്റെ ആകർഷണം? ആകർഷണം എന്നല്ല, ഇവിടെ ജോലി സാധ്യതകളുടെ ഒരു കുറവുണ്ട്. അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട ഒരു കാരണം. പിന്നെ അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ട് ഒത്തിരിയേറെ ഫെസിലിറ്റീസ് വിദേശ രാജ്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് മറ്റൊരു കാരണം എന്ന് പറയാൻ. എന്ത് കോഴ്സാണ് പഠിക്കാൻ പോകുന്നത്? ഞാൻ ഹ്യൂമൻ റിസോഴ്സ് പഠിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഹ്യൂമൻ റിസോഴ്സ്, ഓക്കെ ഓക്കെ. ഇപ്പം എല്ലാ ഭാവുകങ്ങളും നമ്മുടെ യുവജനങ്ങളെല്ലാവരും ഇന്ന് രാജ്യം വിട്ട് വിദേശത്തേക്ക് പോവുകയാണ്. പ്രത്യേകിച്ച് മിടുക്കരായ സമർത്ഥരായവരൊക്കെ പോവുകയാണ്. നല്ല സാമർഥ്യമുള്ളവർ വിദേശത്ത് പോകേണ്ട കാര്യമില്ല, ഇവിടെ തന്നെ നിങ്ങൾക്ക് ജീവിക്കാം, ഇല്ലേ? നിങ്ങളെല്ലാവരും വിദേശത്ത് പോകാൻ റെഡിയായിരിക്കുക? യെസ്. ടോണിയൊന്നും വിദേശത്ത് പോകാൻ സാധ്യതയില്ല എന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഈ യുക്തി കൊണ്ട് ദൈവത്തെ അന്വേഷിക്കാൻ പറ്റുമോ? കത്തോലിക്ക സഭയുടെ ഉത്തരം, മനുഷ്യൻ്റെ യുക്തി എന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം തന്നതാണ് നമ്മുടെ യുക്തി. ഈ യുക്തി ശരിയായ രീതിയിൽ നമ്മൾ ഉപയോഗിച്ചാൽ യുക്തി കൊണ്ട് ദൈവത്തെ കണ്ടെത്താൻ പറ്റും എന്നതാണ് സഭയുടെ പ്രബോധനം. പ്രത്യേകിച്ച് ഒന്നാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഒരു പ്രബോധനം തന്നെ അതാണ്. യുക്തിയുടെ മാർഗത്തിൽ ദൈവത്തെ അന്വേഷിക്കാൻ കണ്ടെത്താനും പറ്റും. സഭ അത് പഠിപ്പിക്കുന്നതിന് ഒരു ചരിത്ര പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതായത് റാഷണലിസം, യുക്തിവാദം വളരെയേറെ ശക്തിപ്പെട്ടു വരികയും യുക്തി കൊണ്ട് ദൈവത്തെ അന്വേഷിച്ചാൽ എങ്ങും എത്തിയല്ല എന്നും യുക്തി ഉള്ളവർക്ക് ദൈവവിശ്വാസം ചേർന്നതല്ല എന്നുമൊക്കെയുള്ള വലിയ യുക്തിവാദ ചിന്തകൾ ശക്തിപ്പെട്ടു. ഇപ്പോൾ കേരളത്തിലാണേലും യുക്തിവാദികൾ എന്ന് പറഞ്ഞാൽ
എന്താണ് അമൽ മനസ്സിലാക്കുന്നത്? യുക്തിവാദികൾ എന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസം ഉള്ളവരാണോ ഇല്ലാത്തവരാണോ? ഞാൻ മനസ്സിലാക്കുന്നത് യുക്തിവാദികൾ എന്ന് പറയുന്നത് ദൈവവിശ്വാസം ഇല്ലാത്തവരാണ് എന്നാണ്. ശരിയാണ് അമൽ. അവരങ്ങനെയാണ്. യുക്തിവാദികൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവര് ദൈവം ഇല്ല എന്ന് പറയുന്നവരാണ് പലപ്പോഴും യുക്തിവാദികൾ. വാസ്തവത്തിൽ അതിനുള്ളൊരു ഉത്തരം കൂടിയാണ് കത്തോലിക്കാ സഭയുടെ നിലപാട്. നീ നിന്റെ യുക്തിയെ ശരിയായ രീതിയിൽ ശരിയായ ദിശയിൽ ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ, നിന്റെ യുക്തി ശരിയായ രീതിയിൽ പരിശീലിപ്പിക്കപ്പെട്ടതാണ് എങ്കിൽ, ആ യുക്തി നിന്നെ ദൈവത്തിങ്കൽ എത്തിക്കും. കാരണം നിന്റെ അസ്തിത്വത്തിനും നിന്റെ യുക്തിക്കും ഉടയവനായവൻ ദൈവമാണ്. അതുകൊണ്ട് തന്നെ ഈ യുക്തി നിന്നെ ദൈവത്തിങ്കൽ എത്തിക്കും എന്നുള്ളതാണ് സഭയുടെ നിലപാട്. അപ്പോൾ അമലെ, നമ്മൾ കേട്ടിട്ടുണ്ട് പല യുക്തിവാദികൾ ദൈവനിഷേധികളായിത്തീരുന്നു. അതല്ല എങ്കിൽ പല ചിന്തകന്മാരും ദൈവമില്ല എന്നൊരു നിഗമനത്തിലേക്ക് എത്താറുണ്ട്. അതിന് സഭയുടെ ഉത്തരം ഇതാണ്: അവർ ശരിയായ രീതിയിലല്ല അവരുടെ യുക്തി ഉപയോഗിച്ച്. ശരിയായ രീതിയിൽ ഉപയോഗിച്ചതായിരുന്നെങ്കിൽ ആ യുക്തി അവരെ ദൈവത്തിങ്കൽ എത്തിക്കുമായിരുന്നു. നമുക്കറിയാം, ശരിയായ രീതിയിലല്ല എന്ന് പറഞ്ഞാൽ ചില മുൻധാരണകളോടുകൂടി നമ്മൾ എന്തിനെയെങ്കിലുമൊക്കെ സമീപിച്ചാൽ, പ്രീ സപ്പോസിഷൻസ്, അത് യുക്തിക്ക് വിരുദ്ധമായ ഒരു കാഴ്ചപ്പാടാണ്, അല്ലേ? ചില കാര്യങ്ങളിൽ നമ്മൾ ഏറ്റവും യുക്തിസഹം എന്ന് വിചാരിച്ച് അവതരിപ്പിക്കുന്ന പലതിനും യുക്തി ഇല്ലാതെയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം കുരങ്ങ് വാല് മുറിഞ്ഞ് പയ്യെ എഴുന്നേറ്റ് നടന്ന് ചിരിക്കാൻ തുടങ്ങിയപ്പോൾ മനുഷ്യനായി എന്ന് ഡാർവിൻ്റെ ഒറിജിൻ ഓഫ് സ്പീഷ്യസിൽ ഒരു നിഗമനമാണ്. ഈ നിഗമനം എന്ന് പറയുന്നത് യുക്തിസഹം എന്ന് നമ്മൾ അങ്ങ് വിചാരിക്കുകയാണ്. പക്ഷെ ശാസ്ത്രജ്ഞന്മാർ തന്നെ പറയുന്നുണ്ട്, ഇത് യുക്തിപൂർവ്വം ഇതിനെ സമീപിച്ച് കഴിയുമ്പോൾ പല കാര്യങ്ങളും ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അത് മിസ്സിങ് ലിങ്ക് എന്നാണ് അവർ പറയുന്നത്. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കൊരു നിഗമനത്തിലെത്താൻ കൃത്യമായ യുക്തി ഉപയോഗിച്ചാൽ ഇവിടെ പറ്റുന്നില്ല. പക്ഷെ അവിടെ നമ്മൾ എന്ത് ചെയ്യും? അത് കുഴപ്പമില്ല, അതിനകത്ത് കുറേ മിസ്സിങ് ലിങ്ക് ഉണ്ടെങ്കിലും സാരമില്ല, ഇത് ശരിയാണ് എന്നങ്ങ് സ്ഥാപിക്കും. അതേസമയം ദൈവീയ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ 100% കൃത്യമായി കണക്ട് ചെയ്താലും പറയും അത് ചുമ്മാ അന്ധവിശ്വാസമാണ്, അത് ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ് എന്ന നിഗമനത്തിലേക്ക് എത്തും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ മനസ്സ് ശരിക്കും സത്യത്തെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ, ബെനഡിക്റ്റ് മാർപ്പാപ്പായുടെ ഉത്തരമാണ് അതിനെനിക്ക് പറയാനുള്ളത്. ശരിക്കും നിങ്ങൾ സത്യത്തെയാണ് അന്വേഷിച്ചത് എങ്കിൽ നിങ്ങൾ ദൈവത്തിൽ എത്തിച്ചേരും. കാരണം യഥാർത്ഥ സത്യം ദൈവമാണ്. അതുകൊണ്ടാണ് സഭ ഇത്രമേൽ ഉറപ്പോടെ പറയുന്നത്, യുക്തി കൊണ്ട് നിങ്ങൾ സത്യത്തിൻ്റെ വഴിയിൽ സത്യാന്വേഷണമാണ് നടത്തുന്നത് എങ്കിൽ നിങ്ങൾ ദൈവത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. അതുകൊണ്ട് ദൈവാന്വേഷണം നമ്മളെ ആത്യന്തികമായി യുക്തിയുടെ വഴിയിലൂടെ നയിച്ചാലും അത് ദൈവത്തിങ്കൽ എത്തിച്ചേരും. ഒരു കാര്യം കൂടി അതിനോട് ചേർത്ത് പറയാനുള്ളത്, യുക്തി എന്നത് അറിയാനുള്ള പല വഴികളിൽ ഒന്ന് മാത്രമാണ്. ഇപ്പം അനുഭവം, അതിലൂടെ നമ്മൾ പല കാര്യങ്ങൾ അറിയുന്നുണ്ട്, ഇല്ലേ? തീക്കട്ടയ്ക്ക് ചൂടുണ്ട് എന്നത് യുക്തിപൂർവമാണോ നമ്മൾ ചിന്തിച്ചത്? അല്ല, ചെറുപ്പത്തിൽ എന്നോ അതേ പിടിച്ചപ്പോൾ കൈ പൊള്ളിയിട്ടുണ്ട്, അല്ലേ? ആ പൊള്ളലിൻ്റെ അനുഭവം ഉള്ളത് കൊണ്ട് നമുക്കറിയാം ഒരു യുക്തിയും വേണ്ട, അതേ പിടിക്കാൻ പോയി എളുപ്പം. കാരണം കുഞ്ഞായിരിക്കുമ്പോൾ വിളക്കിൻ്റെ നാളത്തെ ചെന്ന് പിടിച്ച് കൈ പൊള്ളിച്ചവരുമാണ്. ഇപ്പം നമുക്കറിയാം അതേ പിടിക്കാൻ പാടില്ല. അപ്പോൾ അത് അറിവിൻ്റെ മറ്റൊരു വഴിയാണ്. ഏത്? ഈ പറയുന്ന അനുഭവം എന്ന് പറയുന്നത് മറ്റൊരു വഴി. ഇനിയും വേറെ ചില കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് കേട്ടറിഞ്ഞ കാര്യങ്ങൾ, അല്ലേ? അതായത് കൈമാറ്റം ചെയ്യപ്പെടുന്ന ചില അറിവുകളുണ്ട്. നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ തന്നെ ഇങ്ങനെ ആലോചിച്ച് നടക്കുമ്പോൾ എവിടെ നിന്നോ നമുക്ക് വെളിപാട് പോലെ കിട്ടിയ ചില അറിവുകളുണ്ട്, അല്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട സത്യം ഇതാണ്, അറിയാനുള്ള വഴി യുക്തി മാത്രമാണ് എന്ന് ധരിച്ചു വയ്ക്കുമ്പോൾ അവൻ്റെ അറിവിൻ്റെ സാധ്യതകൾ പരിമിതപ്പെട്ടു പോകും. അതുകൊണ്ട് യുക്തി കൊണ്ട് ദൈവത്തെ അറിയാം, പക്ഷേ
യുക്തിക്കുപരിയായ വഴികളിലൂടെയും മനുഷ്യന് അറിവ് സമ്പാദിക്കാൻ പറ്റും എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയും. പലതും യുക്തിയേക്കാളും വലിയ ബോധ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇവിടെ വിവാഹം കഴിച്ചവരാരാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ളത്? ടോണി വിവാഹം കഴിച്ച ടോണിയുടെ ജീവിത പങ്കാളി എനിക്കറിയാവുന്നതാണ്. പണ്ട് ഇതുപോലൊരു സെഷന് വന്നതാണ്. അപ്പോൾ ടോണി ജീവിത പങ്കാളി ഇപ്പോൾ ഇവിടെ ഉണ്ടോ? ജീവിത പങ്കാളി ഇല്ല, വീട്ടിലായിരിക്കുന്ന ജീവിത പങ്കാളി ടോണി വീട്ടിൽ പറഞ്ഞേച്ച് പോയി, ഞാൻ പിതാവിൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കാൻ പോവുകയാണ്, അല്ലേ? വാസ്തവത്തിൽ ആ കൊച്ചത് വിശ്വസിച്ചു. നീ വേറെ വല്ല കുരുത്തക്കേടിന് പോയതാണോ എന്ന് യുക്തിപൂർവ്വം അവൾക്ക് വേണേൽ ചിന്തിക്കാം, അല്ലേ ടോണി? യുക്തി കൊണ്ടാണ് ചിന്തിച്ചതെങ്കിൽ അവന് ചിന്തിക്കാം. പക്ഷേ അവൾ ആ യുക്തിയെ മാറ്റി വെച്ചേച്ചിട്ട് എന്താണ് ചിന്തിക്കുന്നത്? എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞത് സത്യമാണ്, എൻ്റെ ഭർത്താവിനെ ഞാൻ വിശ്വസിക്കുന്നു. അത് യുക്തി കൊണ്ട് എത്തിച്ചേർന്നൊരു നിഗമനമല്ല, മറിച്ച് അവളുടെ അനുഭവങ്ങളിലൂടെയാകാം, അതല്ല എങ്കിൽ ദൈവം തന്ന എൻ്റെ ജീവിത പങ്കാളിയോടുള്ള എൻ്റെ പ്രതിബദ്ധതയിൽ നിന്ന് രൂപം കൊണ്ടതാകാം ആ ഒരു ബോധ്യമെന്ന് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തെ പരിശോധിച്ച് കഴിയുമ്പോൾ മനസ്സിലാകും, നമ്മൾ ഈ യുക്തി എന്ന് ഒരുപാട് വിളിച്ചു പറയുന്നെങ്കിലും ജീവിതം യുക്തിയിൽ മാത്രം അധിഷ്ഠിതമായിട്ടല്ല മുന്നോട്ട് പോകും, അല്ലേ? നിങ്ങൾ സമ്മതിക്കുന്ന ആ കാര്യം അമലേ? തീർച്ചയായിട്ടും യുക്തിയിൽ മാത്രം അധിഷ്ഠിതമായിട്ടല്ല ജീവിതം മുന്നോട്ട് പോകുന്നത്. പക്ഷേ യുക്തി കൊണ്ട് അന്വേഷിച്ചാൽ ദൈവത്തിങ്കിൽ എത്തിച്ചേരും. കാരണം ഈ യുക്തി ദൈവം നമ്മിൽ നിക്ഷേപിച്ചത് തന്നെ അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടിയാണ് എന്ന് വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നതാണ് സത്യം. ഒരു ചോദ്യം കൂടി. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ പിതാവ് പറഞ്ഞു വലിയ വലിയ ചിന്തകന്മാരെല്ലാം യുക്തിവാദികളായി മാറുന്നതായിട്ട് കാണപ്പെടുന്നതായിട്ട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോഴത്തേക്കും ഈ യുക്തിവാദികൾ പലരും പല കാര്യങ്ങളും മറന്നിട്ടാണോ ഈ യുക്തിവാദികളായി മാറുന്നത്, അല്ലെ വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഉപേക്ഷിച്ച് അന്ധവിശ്വാസങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നത്? തീർച്ചയായും അതങ്ങനെയാണെന്ന് പറയേണ്ടി വരും. നമുക്കറിയാവുന്ന പോലെ ലോകം കണ്ട വലിയ ശാസ്ത്രജ്ഞന്മാരും നിത്യവും 3 ജപമാല വീതം ചൊല്ലിയിരുന്ന ലൂയി പാസ്ചറുടെ കഥ നിങ്ങൾ വായിച്ചിട്ടുണ്ട്, അല്ലേ? എഡിസന്റെ കഥ. നിങ്ങൾ ലോകം കണ്ട മഹത്തായ പല ശാസ്ത്രജ്ഞന്മാരും ചിന്തകന്മാരും ദൈവവിശ്വാസികളാണ്. അതുകൊണ്ട് യുക്തിവാദികൾ പറയുന്നത് പോലെ ദൈവത്തെ നിഷേധിച്ചവന് മാത്രമേ യുക്തിയുള്ളൂ എന്നുള്ളത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്. ശരിക്കും അതാണ് ഞാൻ പറഞ്ഞത്, ശരിയായ അന്വേഷണമാണ് അവർ നടത്തിയത് എങ്കിൽ അവർക്കൊരിക്കലും നിരീശ്വരവാദിയോ ദൈവനിഷേധിയോ ആകാൻ പറ്റിയത്. അങ്ങനെ ഒരാളായിത്തീരുന്നുണ്ട് എങ്കിൽ ഈ സത്യാന്വേഷണത്തിൻ്റെ വഴിയിൽ എവിടെയോ വെച്ച് അദ്ദേഹത്തിന് വഴിതെറ്റി എന്നാണ് അതിൻ്റെ അർത്ഥം. ആ രീതിയിൽ അതിനെ മനസ്സിലാക്കുന്നതാണ് വസ്തുത. കാരണം ലോകത്തെ വിവരമുള്ളവരും ബുദ്ധിയുള്ളവരും എല്ലാം നിരീശ്വരവാദികളായി തീർന്നിട്ടില്ലല്ലോ, ഇല്ലേ? അമൽ തന്നെ ദൈവവിശ്വാസിയാണ്. അമൽ ഇത്രയും ബുദ്ധിമാനായിട്ടും അമൽ ദൈവവിശ്വാസിയാണ് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അമല് വിവരമുള്ളവർക്ക് ദൈവത്തിൽ വിശ്വസിക്കാം എന്ന് തന്നെയാണ്, അല്ലേ? അതെ. ഒത്തിരി നന്ദി പിതാവേ. കുറേ കാലങ്ങളായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സംശയമാണ്. എനിക്ക് തോന്നുന്നു പിതാവിൻ്റെ ഈ ഒരു മറുപടി ഒത്തിരിയേറെ പേർക്ക് ജീവിതത്തിൽ വഴിത്തിരിവാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒത്തിരി നന്ദി. താങ്ക് യു അമൽ. തീർച്ചയായിട്ടും പിതാവേ, ഇന്നത്തെ യുവത്വത്തിൻ്റെ ഒരു ചോദ്യമാണ് അമൽ ചോദിച്ചത്. പിതാവ് യുക്തിയും വിശ്വാസത്തെയും ബന്ധിപ്പിച്ച് പറഞ്ഞതും അമൽ പറഞ്ഞതുപോലെ തന്നെ ഒരു തലമുറയ്ക്ക് തന്നെ ഒരു പുതിയ ചിന്തയും ദിശാബോധവും നൽകുന്നതാണ്. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. നമ്മൾ ഇന്ന് വിശ്വാസത്തെക്കുറിച്ച്, വിശ്വാസത്തിൻ്റെ അന്തസത്തയെക്കുറിച്ച്, ഒരു ദൈവാന്വേഷണത്തെക്കുറിച്ച്, യുക്തി ഉപയോഗിച്ചുള്ള നമ്മുടെ ഒരു ദൈവ സങ്കല്പത്തെക്കുറിച്ചൊക്കെ അഭിവന്ദ്യ പിതാവിനോട് നമ്മൾ സംവദിക്കുകയായിരുന്നു. നമുക്ക് ഇന്ന് ഈ എപ്പിസോഡിൽ പിതാവ് നല്ല ഉത്തരങ്ങൾ, നമ്മെ ചിന്തിപ്പിക്കുന്ന, നമ്മെ നല്ല ബോധ്യങ്ങൾ പകരുന്ന നല്ല ഉത്തരങ്ങൾ പിതാവ് പകർന്നു തന്നു. അഭിവന്ദ്യ പിതാവിന് പ്രത്യേകം നന്ദി പറയുന്നു. ഒപ്പം
സജീവമായി ഈ ചർച്ചയിൽ പങ്കെടുത്ത നിങ്ങൾക്കും നന്ദി. യുക്യാറ്റിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. കൂടുതൽ ചോദ്യങ്ങളുമായി മനോഹരമായ ഉത്തരങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.